വിക്കറ്റിന് പിന്നില്ല മുബാറക് പറക്കും ക്യാച്ച്. എത്ര ക്യാച്ചുകളാണ് നേടിയെടുത്തത് വിക്കറ്റിന് പിന്നിൽ ഈ കുറിയ മനുഷ്യൻ. പറക്കും ക്യാച്ചുമായി വീണ്ടും താരമാകുന്നു മുബാറക്. ഈ സെമി ഫൈനൽ മത്സരത്തിൽ വിക്കറ്റിന് പിന്നിൽ നേടിയത് 4 ക്യാച്ചുകൾ, അതിൽ 2 അത്യുജ്വല ക്യാച്ചുകൾ. എമിറേറ്റ്സ് പ്രീമിയർ ലീഗിൽ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ തൻ്റെ ടീമിനെ സെമി ഫൈനൽ വരെ എത്തിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച ബാറ്ററാണ് ഷാഫി. ഇന്നിവിടെ റേസ് 11 വേണ്ടി കളത്തിലിറങ്ങുന്നു ഈ സെമി ഫൈനൽ മത്സരത്തിൽ. നേരിട്ടാദ്യ ബോൾ ഗ്രൗണ്ടിനും പുറത്തേക്ക്. ആസ്മാൻ पर ചകാമറ. കഠിന കഠോരം ഈ 6. കൈക്കരുത്തിന്റെ ബലത്തിൽ പട്ടുകൂറ്റൻ 6 നേടിയെടുക്കുന്നു ഈ സെമി ഫൈനൽ മത്സരത്തിൽ പാച്ചു പ്രശാന്ത്. ജല 6 നേടിയെടുക്കുന്നു ജെറിൻ സേവ്യർ. സംഘാടകരോട് പറയാനുള്ളത് ആ ബോൾ നിങ്ങൾ അന്വേഷിച്ചു പോകേണ്ടതില്ല. ജെറിൻ സേവ്യറിന്റെ ബാറ്റിൽ നിന്നാണ് 6 പിറന്നിരിക്കുന്നത്. ജെറിൻ സേവ്യർ എന്ന ഈ അപകടകാരിയായ ബാറ്ററെ പിടിച്ചു കെട്ടാൻ റേസ് 11 കഴിഞ്ഞില്ലെങ്കിൽ ഫൈനൽ എന്ന സ്വപ്നം അത് വെറും സ്വപ്നമായി ശേഷിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. സെക്കൻഡ് സെമി ഫൈനൽ മത്സരം റേസ് 11 UAE വേഴ്സസ് കിങ് ഓഫ് സ്കൈ. ടോസ് ലഭിച്ച കിങ് ഓഫ് സ്കൈ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുന്നു. നസീർ നയിക്കുന്ന റേസ് 11 UAE ഫീൽഡിങ്ങിനിറങ്ങുന്നു. ആവേശത്തിൻ്റെ സെമി ഫൈനൽ പോരാട്ടം. കിങ് ഓഫ് സ്കൈക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു അശ്വിൻ ആൻഡ് ജെറിൻ സേവ്യർ. ഡൊമിനാർ നാഷണൽ ഡേ കപ്പ് 2025. കിങ് ഓഫ് സ്കൈക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു അശ്വിൻ. ആദ്യ ഓവർ ബോൾ ചെയ്യുന്നു ഷാഫി. ഓഹോ, what a catch! കൊച്ചു കിരൺ ഷോട്ടിൽ ആദ്യ ബോളിൽ തന്നെ ഷാഫിയുടെ ബോളിംഗിൽ what a fielding, what a catch! കൊച്ചു കിരൺ ആ കൊച്ചു ശരീരത്തിൽ നിന്നൊരു ഡൈവിംഗ് ക്യാച്ച് പിറക്കുന്നു. ഓഹോ, what a catch! ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ അജിത്. ആദ്യ ബോൾ മുതൽ 6 തൊണ്ട് തുടക്കമിടുന്ന ബാറ്റർ. പക്ഷേ ഷാഫിയുടെ വ്യക്തമായ ബോളിങ്ങിന് മുന്നിൽ സ്കോർ ചെയ്യാൻ സാധിക്കാതെ പോകുന്നു. ഡോട്ട് ബോൾ. ഫീൽഡ് ചെയ്യുന്നു കൊച്ചു. ഒരു സിംഗിൾ മാത്രം. സ്ട്രൈക്കിലെത്തുന്നു ജെറിൻ സേവ്യർ. ഫൈനൽ ലെഗിൽ ഫീൽഡ് ചെയ്യുന്നു അനന്തു. ജെറിൻ സേവ്യർ ഫീൽഡ് ചെയ്യുന്നു മിസാബ് പയ്യന്നൂർ. ഫീൽഡ് ചെയ്യുന്നു ജിത്തു സഹാറ. ഒരു സിംഗിൾ മാത്രം. ആദ്യ ബോൾ സെക്കൻഡ് ഓവർ. ആദ്യ ബോൾ ഓഫിലേക്ക് മനോഹരമായൊരു ഷോട്ട്. 2 റൺസോടെ പൂർത്തിയാക്കുന്നു. അജ്മലിൻ്റെ ബൗളിംഗില്ല. കവറിലേക്ക് മനോഹരമായ ഷോട്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പന്ത് ബൗണ്ടറിയിലേക്ക്. സ്ട്രൈക്കിൽ വീണ്ടും അജിത്. അജ്മൽ ടു അജിത്. വീണ്ടും ഫീൽഡർ മിസാബ്. യെസ്, അവസാന നിമിഷം വരെ വാച്ച് ചെയ്തുകൊണ്ട് മിസാബ് അത് കൃത്യതയുടെ കൈകളൊതുക്കുമ്പോൾ നിർണായക വിക്കറ്റാണ് നേടിയെടുക്കുന്നത്. അജ്മലിൻ്റെ ബൗളിങ്ങിൽ തനിക്കെതിരെ ബൗണ്ടറി നേടിയ അജിത്തിനെ മടക്കിക്കൊണ്ട് റിവഞ്ച് എടുക്കുന്നു അജ്മൽ. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ രഞ്ജിത്ത്. ഓ, ഉണ്ണിയുടെ കൃത്യമായൊരു ഫീൽഡിംഗ്. പക്ഷേ സിംഗിൾ നേടിയെടുക്കുന്നു. സ്ട്രൈക്കിൽ ജെറിൻ സേവ്യർ. അത്യുജ്വല 6 നേടിയെടുക്കുന്നു ജെറിൻ സേവ്യർ. സംഘാടകരോട് പറയാനുള്ളത് ആ ബോൾ നിങ്ങൾ അന്വേഷിച്ചു പോകേണ്ടതില്ല. ജെറിൻ സേവ്യറിന്റെ ബാറ്റിൽ നിന്നാണ് 6 പിറന്നിരിക്കുന്നത്.
ഇതുപോലെ എത്ര പന്തുകളെയാണ് കാണാമറയത്തേക്ക് ജെറിൻ സേവ്യർ അടിച്ചു പറത്തിയിട്ടുള്ളത്. ഈ സെമി ഫൈനൽ മത്സരത്തിലും അത് ആവർത്തിക്കുന്നു ജെറിൻ സേവ്യർ. റിവേഴ്സ് ഷോട്ടിലൂടെ വീണ്ടും ജെറിൻ സേവ്യർ. ഫീൽഡർ മിസാബ്. ഒരു സിംഗിൾ മാത്രം. 2 ഓവർ പിന്നിടുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 18. വീണ്ടും ബോൾ ചെയ്യാനെത്തുന്നു ഷാഫി. സ്ട്രൈക്കിൽ ജെറിൻ സേവ്യർ. ആവേശത്തിന്റെ സെക്കൻഡ് സെമി ഫൈനൽ മത്സരം ഡൊമിനാർ CC നാഷണൽ കപ്പ്. ഫീൽഡ് ചെയ്യുന്നു രഞ്ജു. 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. ഒരു ബിഗ് ഷോട്ട്. പന്ത് ബൗണ്ടറിയിലേക്ക്. ജെറിൻ സേവ്യർ എന്ന ഈ അപകടകാരിയായ ബാറ്ററെ പിടിച്ചു കെട്ടാൻ റേസ് 11 കഴിഞ്ഞില്ലെങ്കിൽ ഫൈനൽ എന്ന സ്വപ്നം അത് വെറും സ്വപ്നമായി ശേഷിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു അത്യുജ്വല ബാറ്റിംഗ് പ്രകടനത്തിലൂടെ ജെറിൻ സേവ്യർ. ബ്രില്യന്റ് ഷാഫി. ഓഹോ, വാട്ട് എ ബൗൺസർ. ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് ജെറിൻ എന്ന അധികായനെ മറികടന്നുകൊണ്ട് ആ ബോൾ ചെന്ന് വിശ്രമിക്കുന്നു മുബാറക്കിന്റെ കൈകളിൽ. പക്ഷേ വീണ്ടും ബൗണ്ടറിയിൽ ഫീൽഡ് ചെയ്യുന്നു രഞ്ജു. ഒരു മിസ്. യെസ്, റൺ ഔട്ട് സംഭവിക്കുന്നു. അമ്പയർ കോൾ ഔട്ട്. ത്രോ കളക്ട് ചെയ്യുന്നതിൽ വിക്കറ്റ് കീപ്പർ മുബാറക്കിന് ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നു. പക്ഷേ ആ ബോൾ കൃത്യമായി ബാക്കപ്പ് ചെയ്ത് ഉണ്ണിക് ബൗളിംഗ് എൻഡിൽ ഷാഫിയുടെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ ഒരു റൺ ഔട്ട് സംഭവിക്കുന്നു. നോൺ സ്ട്രൈക്കിൽ എത്തുന്നു ന്യൂ ബാറ്റർ ഷാരോൺ. സ്ട്രൈക്കിൽ ജെറിൻ. റിവേഴ്സുള്ള ശ്രമം. ഒരു ബൈറൺ. സ്ട്രൈക്കിലെത്തുന്നു ന്യൂ ബാറ്റർ ഷാരോൺ. ഒരു ഫുൾ ടോസ് ബോൾ. ഫീൽഡ് ചെയ്യുന്നു ഷാഹിദുൽ ഫർസാൻ. സിംഗിൾ മാത്രം. ഓവർ പൂർത്തിയാവുന്നു. പവർ പ്ലേ 3 ഓവർ പിന്നിടുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 27. ബോൾ ചെയ്യാനെത്തുന്നു അജു. സ്ട്രൈക്കിൽ ഷാരോൺ. ബിഗ് ഷോട്ട്. ഫീൽഡർ കൊച്ചു കിരൺ. യെസ്, കൃത്യമായത് കൈകളിൽ ഒതുക്കുന്നു ഷാരോൺ. പറത്താനുള്ള ശ്രമത്തിൽ അജ്മലിന്റെ ബോളിംഗിൽ കൊച്ചു കിരൺ കച്ചെടുത്ത പുറത്തേക്ക്. 4ാമത്തെ വിക്കറ്റും നഷ്ടമാകുന്നു കിങ് ഓഫ് സ്കൈക്ക്. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ശരത്. ഗ്രൗണ്ടിൻ്റെ നാനാവശങ്ങളിലേക്കും ഒരുപോലെ സ്കോർ ചെയ്യാൻ ശേഷിയുള്ള കളിക്കാരൻ. പക്ഷേ ബൗൾ ചെയ്യുന്നത് അജ്മൽ എന്ന മാന്ത്രികത കൈവിരലുകളിൽ ഒളിപ്പിച്ച ബോളറാണ്. യെസ്, പറഞ്ഞതുപോലെ തന്നെ ഓഫിലേക്ക് മാറി വൻ ഒരു ഷോട്ടാ. ഫീൽഡ് ചെയ്യുന്നു മിസാബ്. 3 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. അജ്മൽ ടു ജെറിൻ സേവ്യർ. ക്ലീൻ ബൗൾഡ്. ബ്രില്യന്റ്. ഒരു കട്ടർ ബോൾ പ്രതീക്ഷിച്ചു നിന്ന ജെറിൻ സേവ്യറിന്റെ മുന്നിലേക്ക് വെടിയുണ്ട കണക്കെ ഒരു ബോൾ എറിയുന്നു. ഓഫ് സ്റ്റംപ് പിഴുതെടുക്കുന്നു അജ്മൽ. കളി പിടിക്കുന്ന വിക്കറ്റ്. അത്യുജ്വലം ഈ ബൗളിംഗ്, അത്യുജ്വലം ഈ വിക്കറ്റ്. അജ്മൽ അജു. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ഷംസു. ബ്രില്യന്റ് ഡോട്ട് ബോൾ. ഫീൽഡ് ചെയ്യുന്നു രഞ്ജു. ഒരു സിംഗിൾ മാത്രം. എന്തുകൊണ്ട് താൻ UAE ടെന്നീസ് ക്രിക്കറ്റിൽ മികച്ച ബൗളറായി തുടരുന്നു എന്നത് വ്യക്തമായി കാണിച്ചു കൊടുക്കുന്നു ക്രിക്കറ്റ് പ്രേമികൾക്ക് അജ്മൽ അജു. വീണ്ടും ശരത് തൻ്റെ ഫേവറേറ്റ് ഷോട്ട്. പക്ഷേ ഈ ഗ്രൗണ്ടിൻ്റെ ഔട്ട്ഫീൽഡ് ശരത്തിൻ്റെ ബാറ്റിംഗ് ശൈലിക്ക് അനുകൂലമാകുന്നില്ല എന്ന് വേണം പറയാൻ. അതല്ലെങ്കിൽ അർഹതപ്പെട്ട 2 ബൗണ്ടറികളാണ് ഔട്ട്ഫീൽഡ് മോശം കൊണ്ട് നഷ്ടമാകുന്നത് ശരത്തിന്. ബോൾ ചെയ്യാനെത്തുന്നു രഞ്ജു. സ്ട്രൈക്കിൽ ഷംസു. ഓഹോ, വാട്ട് എ ക്യാച്ച്. വിക്കറ്റ് കീപ്പർ മുബാറക്കിൻ്റെ കൈകളിൽ ഷംസുവിൻ്റെ വിക്കറ്റ് നഷ്ടമാകുന്നു.
രഞ്ജു ബൗൾ ചെയ്യാനെത്തി ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് നേടിയെടുക്കുന്നു. മുബാറക്കിന്റെ കച്ചിലൂടെ 5ാമത്തെ വിക്കറ്റും നഷ്ടമാകുന്നു കിങ് ഓഫ് സ്കൈ സിസിക്ക്. ക്രീസിലെത്തുന്നു മിഥുൻ. 4 ഓവറും 1 പന്തും പിന്നിടുമ്പോൾ 6 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു. 34 റൺസ് നേടുമ്പോഴേക്ക് പ്രതിസന്ധിയിലായി നിൽക്കുന്ന സമയത്ത് ക്രീസിലെത്തുന്നത് സമ്മർദ്ദഘട്ടങ്ങളെ മറികടക്കാൻ കരുത്തുള്ള മിഥുൻ എന്ന ബാറ്റർ. രഞ്ജു ടു മിഥുൻ. ഒരു റിവേഴ്സുള്ള ശ്രമം. ഡോട്ട് ബോൾ. ഫീൽഡ് ചെയ്യുന്നു ഷിനു രാജ്മോഹൻ. ഒരു സിംഗിൾ മാത്രം. ഫീൽഡർ യെസ്, അർഹതപ്പെട്ട ബൗണ്ടറി നേടിയെടുക്കുന്നു ശരത്. ശരത്തിന്റെ ഫേവറേറ്റ് ഷോട്ട്. കൃത്യമായ ഒരു ഫീൽഡിംഗ്. ആനന്ദു ഫീൽഡ് ചെയ്യുന്ന ഒരു സിംഗിൾ മാത്രം. സ്ട്രൈക്കിലെത്തുന്നു മിഥുൻ. റിവേഴ്സ് ഷോട്ട്. ബൗണ്ടറിയിലേക്ക് ഫീൽഡർ പിറകെ. നിസാബ് കൃത്യമായത് ഫീൽഡ് ചെയ്യുന്നു. 2 റൺസ് നേടിയെടുക്കുന്നു. 5 ഓവർ പിന്നിടുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 42. ഇനി ശേഷിക്കുന്നത് 5 ഓവറുകൾ. സ്ട്രൈക്കിൽ ശരത്. ബോൾ ചെയ്യാനെത്തുന്നു ജിത്തു സഹാറ. ഫീൽഡ് ചെയ്യുന്നു നിസാബ്. വീണ്ടും ഒരു സിംഗിൾ നേടിയെടുക്കുന്നു സ്ട്രൈക്കിൽ മിഥുൻ. വീണ്ടും വിക്കറ്റ് കീപ്പർ മുബാറക്കിന്റെ കൈകളിൽ ഭദ്രമാകുന്നു ആ ക്യാച്ച്. അതും മിഥുൻ എന്ന അധികായന്റെ ക്യാച്ച്. ജിത്തു സഹാറയുടെ ബൗളിങ്ങിൽ പിഴവുകളില്ലാത്ത വിക്കറ്റ് കീപ്പിങ്ങുമായി മുബാറക്. 7ാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു കിങ് ഓഫ് സ്കൈ സിസിക്ക്. കള്ളിപിടിക്കുന്ന വിക്കറ്റ് ജിത്തു സഹാറ നേടിയെടുക്കുന്നു തൻ്റെ വൈവിധ്യമാർന്ന ബൗളിംഗ് കൊണ്ട്. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ വിപിൻ. ചെയ്യുന്നു ഉണ്ണി. ഡോട്ട് ബോൾ. ഫീൽഡ് ചെയ്യുന്നു കൊച്ചു കിരൺ. സിംഗിൾ മാത്രം. സ്ട്രൈക്കിൽ ശരത്. വീണ്ടും ഒരു സിംഗിൾ. യെസ്, തീർച്ചയായിട്ടും വിപിൻ ആൻഡ് ശരത് ഒരു പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്താനുള്ള ശ്രമമാണ് സിംഗിളുകൾ നേടിക്കൊണ്ട്. ഡോട്ട് ബോൾ. എക്സലന്റ്. ജിത്തു സഹാറ. ഓവർ പൂർത്തിയാവുന്നു. ജിത്തു സഹാറ വെറും 3 റൺസ് മാത്രം വിട്ടുകൊടുത്തിട്ട് വിക്കറ്റും നേടിയെടുക്കുന്നു. അതും മിഥുൻ എന്ന ബാറ്ററുടെ വിക്കറ്റ്. 6 ഓവർ പിന്നിടുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 45. മിസാബ്. ശരത്. അമ്പയർ കോൾ നോ ബോൾ. ശരത്തിന്റെ ബാറ്റിൽ നിന്നൊരു അത്യുജ്വല 6 പിറക്കുന്നു. 7ാം ഓവറിന്റെ ആദ്യ ബോൾ. ഒരു ഫ്രീ ഹിറ്റ് ലഭിക്കുന്നു. ഓൺ ദ സ്ട്രൈക്ക് ശരത്. വീണ്ടും ഒരു ബിഗ് ഷോട്ടുള്ള ശ്രമം. കൊച്ചു കിരൺ. വിട്ടുകളയുന്നു. ജഡ്ജ്മെന്റിൽ പിഴവ് സംഭവിക്കുന്നു. 2 റൺസോടെ പൂർത്തിയാക്കുന്നു. ഒരു റിവഞ്ചിനുള്ള അവസരം നഷ്ടമാകുന്നു മിസാബിന്. ഡോട്ട് ബോൾ. ശക്തമായ അപ്പീൽ. അമ്പയർ കോൾ നോട്ട് ഔട്ട്. വിക്കറ്റിന് പിന്നില്ല മുബാറക്. പറക്കും കാച്ച. എത്ര കച്ചുകളാണ് നേടിയെടുത്തത് വിക്കറ്റിന് പിന്നിൽ ഈ കുറിയ മനുഷ്യൻ. ഒരു പറക്കും കാച്ചുമായി വീണ്ടും താരമാകുന്നു മുബാറക്.
മിസാബ് റിവഞ്ചിന്റെ വിക്കറ്റാ. ഈ സെമി ഫൈനൽ മത്സരത്തിൽ വിക്കറ്റിന് പിന്നിൽ നേടിയത് 4 ക്യാച്ചുകൾ, അതിൽ 2 അത്യുജ്വല ക്യാച്ചുകൾ. മത്സരം പിടിക്കുന്ന ക്യാച്ചെന്ന് പറയേണ്ടിയിരിക്കുന്നു. കിങ് ഓഫ് സ്കൈ CC ശരത്തിലൂടെ മത്സരത്തിലേക്ക് തിരികെ വരാൻ ശ്രമിച്ചപ്പോൾ ആ ഗോൾഡൻ വിക്കറ്റ് അത്യുജ്വല ക്യാച്ചിലൂടെ നേടിക്കൊണ്ട് മിന്നൽ മുബു. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ അജ്മൽ. റിവേഴ്സ് ഷോട്ടുകളിലൂടെ പട്ടുകൂറ്റൻ സിക്സറുകൾ നേടിക്കൊണ്ട് കൊല്ലം ഡിസ്ട്രിക്റ്റിന്റെ മത്സരത്തിൽ അത്ഭുതം തീർത്ത ബാറ്റർ ക്രീസിലെത്തുമ്പോൾ ആവോളം പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. നേരിട്ട് ആദ്യ ബോൾ ഒരു യോർക്കർ ബോൾ ഫീൽഡ് ചെയ്യുന്നു അനന്തു. ഒരു സിംഗിൾ മാത്രം. മിസാബ് ടു വിപിൻ. ഫീൽഡ് ചെയ്യുന്നു ഷാഫി. ഒരു സിംഗിൾ നേടിയെടുക്കുന്നു. ക്ലീൻ ബൗൾഡ് മിസാബ്. 6 വഴങ്ങിക്കൊണ്ടാണ് ഈ ഓവർ തുടങ്ങിയതെങ്കിൽ മിസാബ് തന്റെ എക്സ്പീരിയൻസ് കൊണ്ട് തിരികെ വരുന്നു 2 വിക്കറ്റുകൾ നേടിക്കൊണ്ട്. താൻ ആരാണ്, താൻ എന്താണ് എന്ന് തെളിയിക്കുന്ന ബൗളിംഗ് പ്രകടനം മിസാബ് പയ്യന്നൂർ. 7 ഓവർ പിന്നിടുമ്പോൾ 9 വിക്കറ്റ് നഷ്ടത്തിൽ 58. ബോൾ ചെയ്യുന്നു രഞ്ജു. ഡോട്ട് ബോൾ. റേസ് 11 UAQ കൃത്യമായ ബൗളിംഗ് കൊണ്ട് തള്ളച്ചിടുന്നു കിങ് ഓഫ് സ്കൈ CCയെ. Again. ഡോട്ട് ബോൾ. അമ്പയർ ആദ്യം വൈഡ് വിളിച്ചിരുന്നെങ്കിലും ബാറ്റർ തന്നെ ബോഡിയിൽ ടച്ച് ഉണ്ടെന്ന്, കാലിൽ ടച്ച് ഉണ്ടെന്ന് അറിയിക്കുന്നു. ഡോട്ട് ബോൾ. മിസാബ് നഷ്ടപ്പെട്ടു പോകുന്നു. അവസാന വിക്കറ്റ് നേടാനുള്ള അവസരം. നല്ലൊരു ശ്രമം തന്നെയായിരുന്നു, പക്ഷേ കയ്യിൽ തട്ടിത്തെറിക്കുന്നു. ബിഗ് ഷോട്ടുള്ള ശ്രമം. ഫീൽഡ് ചെയ്യുന്നു കൊച്ചു കിരൺ. 2 റൺസോടെ പൂർത്തിയാക്കുന്നു. ബാറ്റിംഗ് തുടരുന്നു അനൂപ്. ഫീൽഡ് ചെയ്യുന്നു കൊച്ചു കിരൺ. ബോൾ ചാനെത്തുന്നു ജിത്തു സഹാറ. സ്ട്രൈക്കിൽ അനൂപ്. ഫീൽഡ് ചെയ്യുന്നു ഷിനു. ഒരു സിംഗിൾ മാത്രം. അമ്പയർ കോൾ നോ ബോൾ. അവസാന വിക്കറ്റിൽ പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തുന്നു വിപിൻ ആൻഡ് അനൂപ്. ഫ്രീ ഹിറ്റ് ബോൾ, പക്ഷേ അത് സ്കോറാക്കാൻ കഴിയാതെ പോകുന്നു വിപിൻ എന്ന ബാറ്റർക്ക്. വീണ്ടും ഫീൽഡ് ചെയ്യുന്നു രഞ്ജു. ഒരു സിംഗിൾ മാത്രം. ജിത്തു ടു അനൂപ്. ബിഗ് ഷോട്ടുള്ള ശ്രമം അനന്തു. യെസ്, കൃത്യമായ കൈകളിൽ ഒതുക്കുന്നു. ജിത്തു സഹാറയുടെ ബൗളിങ്ങിൽ അനന്ത് കച്ചെടുത്തുകൊണ്ട് അനൂപിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നു. ഓൾ ഔട്ടാകുന്നു കിങ് ഓഫ് സ്കൈ CC. വിജയലക്ഷ്യം 66. കൃത്യമായ ഒരു ബൗളിംഗ് തന്നെയായിരുന്നു റേസ് 11 UAQ നടത്തിയത്. ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്തം വളരെ പക്വതയോടെ നടപ്പാക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ മത്സരത്തിൽ ഉടനീളം കാണാൻ കഴിഞ്ഞത്. സെക്കൻഡ് സെമി ഫൈനൽ മത്സരം. ആദ്യ ഇന്നിങ്സ് കിങ് ഓഫ് സ്കൈ CC 10 വിക്കറ്റ് നഷ്ടത്തിൽ 65. റേസ് 11 UAQ വേണ്ടി ഓപ്പൺ ചെയ്യുന്നു പാച്ചു പ്രശാന്ത് ആൻഡ് ഷാഫി. ടെന്നീസ് ക്രിക്കറ്റിലെ 2 അധികായന്മാർ റൈറ്റും ലെഫ്റ്റും ഒന്നിക്കുന്നു. റേസ് 11 UAQ വേണ്ടി. പക്ഷേ ബൗൾ ചെയ്യാനതൊന്ന് മിഥുൻ എന്ന ബൗളറാണ്. ഇതിൻ്റെ ബൗളിങ്ങിനെ അതിജീവിക്കാൻ പാടുപെടേണ്ടി വരും റേസ് 11 സെക്കൻഡ് സെമി ഫൈനൽ മത്സരം. സെക്കൻഡ് ഇന്നിങ്സ് ആദ്യ ബോൾ. ഒരു കട്ട് ഷോട്ട്. ഒരു മിസ് ഫീൽഡ് സംഭവിക്കുന്നു. സിംഗിൾ. സ്ട്രൈക്കിലെത്തുന്നു ഷാഫി.
എമിറേറ്റ്സ് പ്രീമിയർ ലീഗിൽ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ടീമിനെ സെമി ഫൈനൽ വരെ എത്തിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച ബാറ്ററാണ് ഷാഫി. ഇന്നിവിടെ റേസ് 11 വേണ്ടി കളത്തിലിറങ്ങുന്നു ഈ സെമി ഫൈനൽ മത്സരത്തിൽ. നേരിട്ടാദ്യ ബോൾ ഗ്രൗണ്ടിനും പുറത്തേക്ക്. 2 പന്തുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ 7. ഡോട്ട് ബോൾ. ഗുഡ് കം ബാക്ക് മിഥുൻ. കൃത്യമായൊരു ഫീൽഡിംഗ്. ഡോട്ട് ബോൾ. സ്ട്രൈറ്റിലേക്ക്. ക്രാക്ക് ഷോട്ട്. ഷാഫി നേരിട്ടത് 4 പന്തുകൾ, നേടിയത് ഒരു 6ഉം 4ഉം. റിവേഴ്സുള്ള ശ്രമം. രക്ഷപ്പെട്ടു പോകുന്നു. സെക്കൻഡ് ഓവർ ഫസ്റ്റ് ബോൾ സ്ട്രൈക്കിൽ പാച്ചു. പാച്ചു പ്രശാന്ത്. യെസ്, ഒരു 6 നേടിയെടുക്കുന്നു. സ്കോർ 17. യെസ്, വീണ്ടും ബാക്ക് ടു ബാക്ക് 6കൾ നേടിക്കൊണ്ട് പാച്ചു പ്രശാന്ത്. ഇത്ര വേഗത്തിൽ ഈ മത്സരം മറികടക്കാമെന്നുള്ള ചിന്ത തന്നെയായിരിക്കും ഇരു ബാറ്റർമാരിലും. സ്കോർ 23. ബോളിംഗ് തുടരുന്നു ഫർസീൻ. സ്ട്രൈക്കിൽ പാച്ചു. നേരിട്ടത് 3 പന്തുകൾ, നേടിയത് 2 6കൾ. കൃത്യമായ ഫീൽഡിംഗ്. അനൂപ്. ഡോട്ട് ബോൾ. ആസ്മാൻ പർ ചക്കാ മാറാ. കഠോരം ഈ 6. കൈക്കരുത്തിന്റെ ബലത്തിൽ പട്ടുകൂറ്റൻ 6 നേടിയെടുക്കുന്നു ഈ സെമി ഫൈനൽ മത്സരത്തിൽ പാച്ചു പ്രശാന്ത്. ഷംസു എന്ന ഫീൽഡറിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു പോകുന്നു. ഒരു ഗോൾഡൻ ചാൻസ്. പാച്ചുവിൻ്റെ വിക്കറ്റ് നേടിയെടുക്കാനുള്ള അവസരം, ഫർസീന് റിവഞ്ചുള്ള അവസരം നഷ്ടപ്പെട്ടു പോകുന്നു. ഡോട്ട് ബോൾ. പന്ത് ബൗണ്ടറിയിലേക്ക്. ഈ ഓവറിൽ മാത്രം 3 6കളും ഒരു 4ഉം പിറക്കുന്നു. സ്കോർ അതിവേഗത്തിൽ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇരു ഓപ്പണർമാരും, പാച്ചു പ്രശാന്ത് ആൻഡ് ഷാഫി. ലെഫ്റ്റ് റൈറ്റ്. പവർ പ്ലേയിൽ അവസാന ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു മിഥുൻ. 2 ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 33. ഡോട്ട് ബോൾ. സ്കോർ 33. ബോളിംഗ് തുടരുന്നു മിഥുൻ. സ്ട്രൈക്കിൽ ഷാഫി. യെസ്, വീണ്ടും മാരകം അതിഭീകരം ഈ 6. ഷാഫി. ഇരു ഓപ്പണർമാരും നിറഞ്ഞാടുന്നു ഈ സെമി ഫൈനൽ മത്സരത്തിൽ. സ്കോർ 39. ക്ലീൻ ബൗൾഡ്. റിവഞ്ചിന്റെ വിക്കറ്റാ മിഥുൻ. ഒരു ക്ലീൻ ബൗൾഡിലൂടെ നിർണായക വിക്കറ്റ് നേടിയെടുക്കുന്നു മിഥുൻ. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ജിത്തു സഹാറ. ഒരു ലെഫ്റ്റ് പുറത്താകുമ്പോൾ മറ്റൊരു ലെഫ്റ്റ് ബാറ്റർ. ജിത്തു സഹാറ തനിക്ക് നേരെ വരുന്ന പന്തുകൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് 6 മാത്രം പറത്താനുള്ളതാണെന്നായിരിക്കും അയാളുടെ ബാറ്റ് കൊണ്ടുള്ള മറുപടി. പക്ഷേ ബോൾ ചെയ്യാനെത്തുന്നത് മിഥുൻ. നേരിട്ട് ആദ്യ ബോൾ ഒരു ഫുൾ ടോസ് ബോൾ. ഫീൽഡ് ചെയ്യുന്നു ജെറിൻ സേവ്യർ. കൃത്യമായൊരു ഫീൽഡിംഗ്. ബ്രില്യൻ. മിഥുൻ്റെ കൃത്യതയാർന്ന ബോളിങ്ങിന് മുന്നിൽ സ്കോർ നേടാൻ സാധിക്കാതെ പോകുന്നു. 3 ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 40. ബോൾ ചെയ്യാനെത്തുന്നു ഷംസു. ഇനി വിജയത്തിലേക്ക് വേണ്ടത് 20. ശേഷിക്കുന്നത് 42 പന്തുകൾ, 9 വിക്കറ്റുകൾ. വിക്കറ്റിന് പിന്നിൽ വിപിൻ. യാസ് പറഞ്ഞതുപോലെ ചെയ്യുന്നു ജിത്തു സഹാറ.
എനിക്കു നേരെ വന്ന ഷംസുവിൻ്റെ വേഗതയാർന്ന ആ പന്തിന് അതിനേക്കാൾ അതിവേഗതയിൽ സിക്സറിലേക്ക് പറത്തിവിടുന്നു ജിതു സഹാറ. Brilliant, good comeback, ഷംസു. ഫൈൻ ലെഗിൽ ഒരു ഷോട്ടിലൂടെ സിംഗിൾ നേടുന്നു. ഫീൽഡ് ചെയ്യുന്നു ഫർസീൻ. സ്ട്രൈക്കിൽ പാച്ചു. ഷംസു വേഴ്സസ് പാച്ചു. ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പറയേണ്ടത് വേഗതയും കൈക്കരുത്തും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ക്ലീൻ ബൗൾഡ്. ബാറ്റിൽ അടിച്ചെടുത്തുകൊണ്ട് ആ വേഗതയാർന്ന പന്തിനെ കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിക്കാതെ ബാറ്റിൽ അടിച്ചെടുത്തുകൊണ്ട് ബൗൾഡായി പുറത്തേക്ക് പാച്ചു. വേഗതയും കൈക്കരുത്തും തമ്മിലുള്ള പോരാട്ടത്തിൽ വേഗതയുടെ സുൽത്താൻ ഷംസു വിന്നാവുന്നു. പക്ഷേ പാച്ചു പുറത്താകുന്നത് ടീമിനെ വിജയത്തോട് അടുപ്പിച്ചുകൊണ്ട് തന്നെയാണ്. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ മുബാറക്. ഒന്നിന് പിറകെ ഒന്നായി ക്രീസിലെത്തുന്നത് അതിശക്തരായ ബാറ്റർമാർ റൈസ് 11 UAE വേണ്ടി. വാട്ട് എ യോർക്കർ ബോൾ. ഷംസു കൃത്യമായി പന്തെറിഞ്ഞു പോകുന്നു. വെറും 2 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ഇനി വിജയത്തിലേക്ക് വേണ്ടത് 18. ബോൾ ചാനത്തുന്നു ഷാരോൺ. ഒരു ലോ ഫുൾ ടോസ് ബോൾ. ഒരു ഡബിൾ മൈൻഡിലുള്ള ഷോട്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ രക്ഷപ്പെട്ടു പോകുന്നു. സിംഗിൾ നേടിയെടുക്കുന്നു. സ്ട്രൈക്കിൽ മുബാറക്. ബ്രില്യന്റ് ഡോട്ട് ബോൾ. ശക്തമായ തപ്പിൽ. യെസ്, വിക്കറ്റ് കീപ്പർ വിപിൻ ക്യാച്ച് എടുത്തുകൊണ്ട് ഷാരോണിൻ്റെ ബൗളിംഗിൽ 3ാമത്തെ വിക്കറ്റും നഷ്ടമാകുന്നു. ഒരു മാജിക്കൽ ഓവർ. ഷാരോൺ കൈവിരലുകളിൽ മാന്ത്രികത കൊണ്ട് ബാറ്റർമാരെ കീഴ്പ്പെടുത്തുന്ന ബൗളർ ഇവിടെയും അത് ആവർത്തിക്കുന്നു. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ഷാഹിദുൽ ഫർസാൻ. തകർന്നു വീഴുന്ന ഇന്നിങ്സുകളെ പുനർനിർമ്മിക്കാൻ ശേഷിയുള്ള കളിക്കാരൻ. ഒരു ഫീൽഡിംഗ് മിസ്റ്റേക്ക്. സിംഗിൾ നേടിയെടുക്കുന്നു. ഇനി വിജയത്തിലേക്ക് വേണ്ടത് വെറും 16 റൺസ്. പക്ഷേ കൃത്യമായി തിരിച്ചു വരുന്നു കിങ് ഓഫ് സ്കൈ സിസി. ഒരു ബിഗ് ഷോട്ട് ശ്രമം. ആകാശത്തിൽ നിന്ന് ഉൾനിറങ്ങുന്ന ബോൾ. അജ്മൽ കൃത്യമായത് കൈകൾ ഒതുക്കുന്നു. പ്രഷറിലേക്ക്, സമ്മർദ്ദത്തിലേക്ക് അജുവിൻ്റെ മികവാർന്ന ഒരു ഫീൽഡിംഗ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആകാശം മുട്ടപ്പൊങ്ങി താഴ്ന്നിറങ്ങിയ ആ ബോൾ കൃത്യതയോടെ കൈകൾ ഒതുക്കുമ്പോൾ നിർണായക വിക്കറ്റ് തന്നെയാണ് നേടിയെടുക്കുന്നത്. ഷാരോൺ ബൗൾ ചെയ്യാനെത്തി വെറും 2 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 നിർണായക വിക്കറ്റുകൾ നേടിയെടുത്തുകൊണ്ട് കിങ് ഓഫ് സ്കൈ സിസിയെ തിരികെ കൊണ്ടുവരുന്നു ഈ സെമി ഫൈനൽ മത്സരത്തിൽ. ബോൾ ചെയ്യാനെത്തുന്നു ഷംസു. സ്ട്രൈക്കിൽ ഷാഹിദുൽ ഫർസാൻ. നോൺ സ്ട്രൈക്കിൽ ന്യൂ ബാറ്റർ രഞ്ജു. ബ്രില്യന്റ് ബൗളിംഗ്. ഒരു യോർക്കർ ബോൾ. പക്ഷേ കൃത്യമായി അത് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സിംഗിൾ നേടിയെടുക്കുന്നു. അനായാസം ജയിച്ചു കയറാമെന്ന് മോഹിച്ച റൈസ് 11 UAE സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്നു. ഒരു ഫ്ലിക്ക് ഷോട്ട്. യെസ്, ബൗണ്ടറിയിലേക്ക്. സമ്മർദ്ദഘട്ടത്തെ മറികടക്കുന്ന ഒരു അത്യുജ്വല ബൗണ്ടറി എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു രഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്ന ഈ 4-നെ. വീണ്ടും മിഥുൻ കൃത്യമായി ഫീൽഡ് ചെയ്യുന്നു. ഒരു സിംഗിൾ മാത്രം. വാട്ട് എ ബോളിംഗ്. മനോഹരമായൊരു ബോൾ. അതിനേക്കാൾ മനോഹരമായ ഡിഫൻസ്. ഷാഹിദുൽ ഫർസാൻ വേഴ്സസ് ഷംസു. ലോ ഫുൾ ടോസ് ബോൾ. മിഥുൻ. യെസ്, ആ വിക്കറ്റും നേടിയെടുക്കുന്നു. അനിശ്ചിതത്വവും സമ്മർദ്ദവും എല്ലാം ക്രിക്കറ്റിൻ്റെ സകല സൗന്ദര്യങ്ങളും ഓടിയെത്തുന്ന മറ്റൊരു സെമി ഫൈനലായി മാറുന്നു ഇത്. അനായാസം ജയിച്ചു കയറാമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ തുടരെ വിക്കറ്റുകൾ നേടിയെടുത്തുകൊണ്ട് റൈസ് 11 UAE വീണ്ടും സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്നു കിങ് ഓഫ് സ്കൈ സിസി. ഇനി വേണ്ടത് 11 റൺസ്. ക്രീസിലെത്തുന്നു
ന്യൂ ബാറ്റർ കൊച്ചു കിരൺ. കേരളത്തിൽ ഇൻഡോ ക്രിക്കറ്റ് അടക്കി ഭരിച്ച ബാറ്റർ ഷംസു വേഴ്സസ് കൊച്ചു. ഡിഫൻസ് ചെയ്യുന്നു ഡോട്ട് ബോൾ ചെയ്യാനെത്തുന്നു ഷാരോൺ. സ്ട്രൈക്കിൽ രഞ്ജു. ഇനി വിജയത്തിലേക്ക് വേണ്ടത് 11. ഷാരോൺ കഴിഞ്ഞ ഓവറിൽ 2 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് നേടിയ ബോളർ. രഞ്ജു മാസീവ് 6 പിറക്കുന്നു, അതും നിർണായക സമയത്ത്. വിക്കറ്റുകൾ വീണ് സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവദൂതനെപ്പോൾ അവതരിക്കുന്നു റേസ് 11 UAE വേണ്ടി. രഞ്ജു നേരിട്ടത് 4 പന്തുകൾ, നേടിയത് ഒരു 4ഉം 6ഉം. ഇനി വിജയത്തിലേക്ക് വേണ്ടത് 5 റൺസ് മാത്രം. ബൗളിങ്ങിലും ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലെയറാണ് രഞ്ജു. വീണ്ടും ബാക്ക് ടു ബാക്ക് ബൗണ്ടറികൾ. വിജയത്തിലേക്ക് രഞ്ജുവിൻ്റെ ബൗണ്ടറിയോടെ, ആ വിജയത്തോടെ ഫൈനലിലേക്ക് റേസ് 11 UAE. ആദ്യ ഓവറുകളിൽ പാളിപ്പോയതാണ് കിങ് ഓഫ് സ്കൈ CCക്ക് പറ്റിയ അബദ്ധമെന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നീട് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തിയെങ്കിലും വൈകിപ്പോയിരുന്നു എന്ന് വേണം പറയാൻ.